ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസോസിയേറ്റീവ് മെമ്മറി ഓർ കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി എന്നുള്ള ടോപ്പിക്കാണ്. സോ നമ്മളിതിൻ്റെ മുന്നേ പറഞ്ഞ രണ്ട് വീഡിയോസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ സയൻസിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. ഈ അസോസിയേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി എന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടർ സയൻസിന് മാത്രം പഠിക്കാനുള്ളതാണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റ് കോഡിലുള്ള കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് വെച്ചിട്ട് കാണുക, കൺഫ്യൂഷനായി പോകരുത്. ഏതൊക്കെ സിലബസിലുണ്ട് ഏതൊക്കെ സിലബസിലില്ല എന്ന് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കണ്ടാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മെമ്മറിയുടെ ബേസിക് കോൺസെപ്റ്റും അതുപോലെ റാമും റോമും എല്ലാം ഡിസ്കസ് ചെയ്തു, ക്യാച്ച് മെമ്മറിയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സിലബസിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ആകെ പെൻഡിങ് ഉള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി എന്നുള്ള ടോപ്പിക്ക് മാത്രമാണ്. അത് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി സിസ്റ്റം എന്നുള്ളൊരു പാർട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്യാച്ച് മെമ്മറിയും അതുപോലെ റാമും റോമും ഒക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് പഠിക്കാം? അസോസിയേറ്റീവ് മെമ്മറി പഠിക്കാം. അസോസിയേറ്റീവ് മെമ്മറി വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ വളരെ വാരി വലിച്ചിട്ട് സ്ലൈഡിൽ നോട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അസോസിയേറ്റീവ് മെമ്മറി, എന്താണ് കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി എന്ന് നമുക്ക് നോക്കാം. സോ അസോസിയേറ്റീവ് മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി ഓർ അസോസിയേറ്റീവ് സ്റ്റോറേജ് ഓർ അസോസിയേറ്റീവ് അറേ. It is a special type of memory that is optimized for performing searches through data as opposed to providing a simple direct access to the data based on the address. അപ്പോൾ നമ്മൾ അഡ്രസ്സിൻ്റെ ബേസിൽ ഒരു സ്പെസിഫിക് കീവേഡിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് അസോസിയേറ്റീവ് മെമ്മറി. അപ്പോൾ നമുക്കൊരു മെയിൻ മെമ്മറി ഉണ്ട്. ആ മെയിൻ മെമ്മറിയിൽ ഏതെങ്കിലും ലൊക്കേഷൻസിൽ നമ്മൾ സെർച്ച് ചെയ്ത കീവേഡ് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ അസോസിയേറ്റീവ് മെമ്മറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ സെർച്ച് ഓപ്ഷൻ പോസിബിൾ ആവുന്നത് എന്നൊക്കെ നമുക്കതിൻ്റെ ഓർഗനൈസേഷൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അസോസിയേറ്റീവ് മെമ്മറീൻ്റെ പർപ്പസ്. എല്ലാവരും മനസ്സിലാക്കുക. ദ ടൈം റിക്വയർഡ് ടു ഫൈൻഡ് ആൻ ഒബ്ജക്റ്റ് സ്റ്റോർഡ് ഇൻ എ മെമ്മറി ക്യാൻ ബി റെഡ്യൂസ്ഡ് കൺസിഡറബിളി ഇഫ് ഒബ്ജക്ട്സ് ആർ സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദെയർ കണ്ടൻറ്റ് നോട്ട് ഓൺ ദെയർ ലൊക്കേഷൻ. അപ്പോൾ കണ്ടൻറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഓരോ വേർഡും സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് സെർച്ച് ഓപ്ഷൻസ് പോസിബിൾ ആക്കാൻ പറ്റും. സോ എ മെമ്മറി യൂണിറ്റ് ആക്സസ്ഡ് ബൈ ദി കണ്ടൻറ്റ് ഈസ് കോൾഡ് അസോസിയേറ്റീവ് മെമ്മറി ഓർ കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് ആക്സസ്ഡ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇൻ പാരലൽ ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ കണ്ടൻറ്റ് റാദർ ദാൻ ബൈ സ്പെസിഫിക് അഡ്രസ് ഓർ ലൊക്കേഷൻ. അപ്പോൾ ഒരു സ്പെസിഫിക് സെനാരിയോ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സെർച്ചിങ് ഓപ്ഷൻസ് പോസിബിൾ ആക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളൊരു അസോസിയേറ്റീവ് മെമ്മറിയുടെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു അസോസിയേറ്റീവ് മെമ്മറി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടൻറ് അഡ്രസ്സബിൾ മെമ്മറി ഇരിക്കുന്നത് അല്ലേ. സോ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മൾ താഴെ കാണുന്നത് ആക്ച്വലി നിങ്ങളുടെ മെയിൻ രജിസ്റ്ററാണ് അല്ലേ. ഈ ഒരു അസോസിയേറ്റീവ് മെമ്മറിയുടെ അറേ ലോജിക്കിൻ്റെ പ്രത്യേകത ഇതിൽ എം നമ്പർ ഓഫ് വേർഡ്സും എൻ ബിറ്റ് വേർഡും ആയിരിക്കും. അപ്പോൾ എന്താണ് എം നമ്പർ ഓഫ് വേർഡ്സ്? ഇപ്പോൾ നമ്മളിതിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടല്ലേ, ഒരുപാട് അറേസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് അറേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വേർഡ്സ് എം നമ്പർ ഓഫ് വേർഡ്സിൻ്റെ എണ്ണം എം ആണ്. ഈ ഓരോ എം വേർഡ്സും എത്ര ബിറ്റാണ്? എൻ ബിറ്റ് വൈഡാണ്, എൻ ബിറ്റ്. ഇപ്പോൾ എമ്മും എന്നും എത്രയാവാം അല്ലേ? ഇപ്പോൾ 8, 16 ആവാം, എത്രയാവാം. അപ്പോൾ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അസോസിയേറ്റീവ് മെമ്മറിയുടെ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ ഹാർഡ്വെയറിൽ എം നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ വേർഡ് എന്ന് പറയും. ഈ ഓരോ വേർഡും എൻ ബിറ്റ് വൈഡ് ആയിരിക്കും. എൻ ബിറ്റ് വൈഡ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണോ 16 ബിറ്റാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലേ. അപ്പോൾ ഇതാണ് ഒരു അസോസിയേറ്റീവ് മെമ്മറിയുടെ ബേസിക് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഇനി അസോസിയേറ്റീവ് മെമ്മറിക്ക് പുറമെ നമുക്ക് 2 അഡീഷണൽ രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ആർഗ്യുമെൻറ്റ് രജിസ്റ്ററും കീ രജിസ്റ്ററും. ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിന് ഓൾറെഡി പറയുന്നുണ്ട്, ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൻ്റെയും ഡാറ്റ സൈസ് എന്ന് പറയുന്നത് എൻ ബിറ്റാണ് അല്ലേ, എൻ ബിറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഒരേപോലെ അസോസിയേറ്റീവ് മെമ്മറിയും എൻ ബിറ്റാണ്, ആർഗ്യുമെൻറ്റ് രജിസ്റ്ററും എൻ ബിറ്റാണ്. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് രജിസ്റ്ററും ഒരു കീ രജിസ്റ്ററും നമ്മൾ അഡീഷണലി യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ അസോസിയേറ്റീവ് മെമ്മറിയിൽ ഏതൊക്കെ കണ്ടൻറ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ സെർച്ച് കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സെർച്ച് കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യാനാണ് ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്.
അതിൻ്റെ കീ ആയിട്ടാണ് നമ്മൾ കീ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കീ എന്നൊക്കെ നമുക്ക് ഫർദർ സ്ലൈഡുകൾ പറയാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ സെർച്ച് ചെയ്യേണ്ട കണ്ടൻറ്റ് കൊടുക്കുന്നത് എന്തിലാണ്? ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വേർഡ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മാച്ച് ചെയ്തിട്ട് ആ മാച്ച് രജിസ്റ്ററിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. മാച്ച് രജിസ്റ്റർ. അപ്പോൾ മാച്ച് രജിസ്റ്ററിൻ്റെ സൈസ് എത്രയാണ്? എം ബിറ്റാണ്. നിങ്ങൾ കണ്ടോ, എം നമ്പർ ഓഫ് വേർഡ്സ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? മാച്ച് രജിസ്റ്ററിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ അസോസിയേറ്റീവ് മെമ്മറിയുടെ സെയിം വേർഡ്സ്, അസോസിയേറ്റീവ് മെമ്മറീൻ്റെ സെയിം വേർഡ് സൈസ് ആയിരിക്കും മാച്ച് രജിസ്റ്ററിന് വരിക. അസോസിയേറ്റീവ് മെമ്മറിയുടെ സെയിം ബിറ്റ്സ് ആയിരിക്കും ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിന് വരിക. അപ്പോൾ ഇത് രണ്ടും മാച്ചാണ് അല്ലേ? എമ്മും എന്നും. എം എന്ന് പറഞ്ഞാൽ വേർഡ്സിൻ്റെ എണ്ണം, എൻ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അസോസിയേറ്റീവ് മെമ്മറിയുടെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും? നമ്മൾ അസോസിയേറ്റീവ് മെമ്മറിയിലേക്ക് നമുക്ക് ഇൻപുട്ട് ഡാറ്റ കൊടുക്കാം, ആ ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യാം, ആ ഡാറ്റയെ നമുക്ക് റൈറ്റ് ചെയ്യാം. എന്ത് ഓപ്പറേഷനും നമുക്ക് അസോസിയേറ്റീവ് മെമ്മറിയിൽ ചെയ്യാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന 1 0 ഒരു ഇൻപുട്ട്. ആ ഡാറ്റയെ അതിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് പിൻ എനേബിൾ ചെയ്യാം. ആ ഡാറ്റയെ റീഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി നമുക്കുള്ള ഒരു ലൊക്കേഷനിലെ ഡാറ്റയെ റീഡ് ചെയ്യണമെങ്കിൽ റീഡ് പിൻ എനേബിൾ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അസോസിയേറ്റീവ് മെമ്മറീൻ്റെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ വളരെ സിമ്പിൾ വേയിൽ പറയാം. അപ്പോൾ ക്ലിയർ ആണല്ലോ? ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ എന്താണ്, അസോസിയേറ്റീവ് മെമ്മറി അറേ ലോജിക് എന്താണ്, മാച്ച് രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു. ഇതിന് രണ്ടിനും ഇൻബിറ്റ്വീനായിട്ടുള്ള കീ ആണ് കീ രജിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ കീ രജിസ്റ്റർ എന്താണെന്ന് നമുക്ക് ഫർദർ പ്രസൻറ്റേഷനിൽ മനസ്സിലാവും ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു അസോസിയേറ്റീവ് മെമ്മറിയും അതിൻ്റെ ഹാർഡ്വെയർ ഓർഗനൈസേഷനും. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ട്സ് നോക്കാം, വളരെ ക്ലിയർ ആയിട്ട് നോട്ട്സ് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെമ്മറി അറേ with match logic for m n bit word and associated registers. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു അല്ലേ? The argument register and key register each having n bit per word. രണ്ടിനും എത്രയാണ്? ഓരോ വേർഡും n ബിറ്റ് സൈസാണ്. ആസ് പെർ അസോസിയേറ്റീവ് ലോൻ്റെ സെയിം മെമ്മറി തന്നെയാണ് കീ രജിസ്റ്ററിനും ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിനും വരുന്നത് അല്ലേ? ഈച്ച് വേർഡ് ഇൻ ദി മെമ്മറി ഈസ് കമ്പയർഡ് ഇൻ പാരലൽ വിത്ത് ദി കണ്ടൻസ് ഓഫ് ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ. നമ്മളെ മെമ്മറിയിലെ ഓരോ കണ്ടൻറ്റിനെയും പാരലലി നമ്മൾ എന്ത് ചെയ്യാണ്? ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ വഴി കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദ വേർഡ് ദാറ്റ് മാച്ച് വിത്ത് ദി വേർഡ് സ്റ്റോർഡ് ഇൻ ദി ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ സെറ്റ് എ കറസ്പോണ്ടിങ് ബിറ്റ് ഇൻ ദി മാച്ച് രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൽ കൊടുത്ത ഇൻപുട്ടും നമ്മൾ കൊടുത്ത മെമ്മറിയിലെ ഇൻപുട്ടും സെയിം ആവുകയാണെങ്കിൽ ഇവിടെ മാച്ച് രജിസ്റ്റർ എന്നുള്ള രജിസ്റ്റർ എന്തായി മാറും? എനേബിളായി മാറും. ഇവിടെയാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അല്ലേ? സോ therefore reading can be accomplished by sequential access to memory for those words whose corresponding bits in the match register have been set. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലെ കണ്ടൻറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന മെമ്മറിയിലെ കണ്ടൻറ്റും മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഈ മാച്ച് രജിസ്റ്റർ എന്താവും? എനേബിൾ ആവും. മാച്ച് രജിസ്റ്റർ 1 ആവും. ഓക്കെ. ദ കീ രജിസ്റ്റർ പ്രൊവൈഡ് എ മാസ്ക് ഫോർ ചൂസിങ് എ പെർട്ടിക്കുലർ ഫീൽഡ് ഓർ ബിറ്റ്സ് ഇൻ ദി ആർഗ്യുമെൻറ്റ് വേർഡ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കീ രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞില്ല. കീ രജിസ്റ്റർ ഒരു മാസ്ക് എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കീ രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ഇൻപുട്ടിൽ ഏതൊക്കെ ഇൻപുട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് കീ രജിസ്റ്റർ. നമുക്ക് പറയാം ഓൺലി ദോസ് ബിറ്റ്സ് ഇൻ ദി ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ ഹാവിങ് വൺസ് ഇൻ ദെയർ കറസ്പോണ്ടിങ് പൊസിഷൻ ഓഫ് ദി കീ രജിസ്റ്റർ ആർ കമ്പയർഡ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൽ ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഒരു n ബിറ്റ് ഇൻപുട്ടാണ്. 11100 11100. പക്ഷേ ഈ എല്ലാ ബിറ്റിനും ഈ ബിറ്റുകളിൽ ഏതൊക്കെ ബിറ്റിനെ കമ്പയർ ചെയ്യണം തീരുമാനിക്കുന്ന കീ രജിസ്റ്ററാണ്. അപ്പോൾ കീ രജിസ്റ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഓരോരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് കമ്പാരിസൺ നടക്കുന്നത് കീ രജിസ്റ്ററിലെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് നടക്കുക? ഈ കമ്പാരിസൺ നടക്കുക. അപ്പോൾ കീ രജിസ്റ്ററിൽ നമ്മൾ 1 സെറ്റ് ചെയ്ത ആ ബിറ്റുകൾ മാത്രമേ ആക്ച്വലി ഇവിടെ സെർച്ച് ചെയ്യുള്ളൂ. ഇതാണ് കീ രജിസ്റ്ററിൻ്റെ ലോജിക്ക്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കീ രജിസ്റ്ററിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഫിഗർ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ പറയുന്നത് ഇവിടെ A1 A2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ആർഗ്യുമെൻറ്റ് രജിസ്റ്ററാണ്. K1 K2 K ഒക്കെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കീസാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ ഒരു സെർച്ച് എലമെൻറ്റ് ഇവിടെ കൊടുത്തു. ഈ സെർച്ച് എലമെൻറ്റിൽ ഏതൊക്കെ സെർച്ച് എലമെൻറ്റ് സെർച്ച് ചെയ്യണം തീരുമാനിക്കുന്ന കീസാണ് K1 K2 KJ KN. ഇപ്പോൾ K2 എന്നുള്ളത് സപ്പോസ് ഞാൻ 0 ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ A2 എന്നുള്ള അറേ എലമെൻറ്റ് ആർഗ്യുമെൻറ്റ് എലമെൻറ്റ് സെർച്ച് ചെയ്യില്ല. പക്ഷേ K1 എന്നുള്ളത് ഞാൻ 1 ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ A1 എന്നുള്ള എലമെൻറ്റ് ഇവിടെ സെർച്ച് ചെയ്യും.
അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. എക്സാക്ട്ലി. അപ്പോൾ A1 എന്നുള്ളൊരു അറേ എലമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ മെമ്മറി. അപ്പോൾ A1 എന്നുള്ള അറേ എലമെൻറ്റ് 1ഉം കീ 1ഉം ആണെങ്കിൽ 1 എന്നുള്ള എലമെൻറ്റ് ഈ ഓരോ C രജിസ്റ്ററിലും ആക്ച്വലി ഇത് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് ഒരു റിസൾട്ട് നമുക്ക് ഇപ്പോൾ ബിറ്റ് 1 അങ്ങനെയാണ് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ A2 കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്യും, AJ കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്യും, AN കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്തിട്ട് ആ സെർച്ച് കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയായിരിക്കും? M1 ഫസ്റ്റ് റോ കംപ്ലീറ്റ്ലി കമ്പയർ ചെയ്തിട്ട് M1ൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. M2ൽ 1 ആണോ 0 ആണോ നോക്കിയിട്ട് നമുക്ക് ആ സെർച്ച് എലമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അറേഞ്ച്മെൻറ്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ അറേസും ഓരോ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററും കീൻ്റെ വാല്യൂ അനുസരിച്ച് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് ഓരോ എം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞല്ലേ, എം എന്തായിരുന്നു? മാച്ച് രജിസ്റ്റർ. ഓരോ മാച്ച് രജിസ്റ്ററും മാച്ച് ആയാൽ മാത്രമേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഇതിലുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അസോസിയേറ്റീവ് മെമ്മറിയെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അസോസിയേറ്റീവ് മെമ്മറിയുടെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ ലോജിക്ക്? വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക്, അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് അസോസിയേറ്റീവ് മെമ്മറി, എന്താണ് അതിൻ്റെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ, ഇതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷണാലിറ്റീസ് എന്താണ്, ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന റീഡ് റൈറ്റ് ഓപ്പറേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെൻറ്റിൽ ഒരു ഡാറ്റയെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ നമുക്കിത് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ അസോസിയേറ്റീവ് മെമ്മറിയുടെ ഒരു കോമൺ എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കീ എലമെൻറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ 1011 1011 11100 ആണ് നമ്മൾ എന്തിൽ കൊടുത്തിരിക്കുന്നത്? ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. കെയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ? 111000000 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വേർഡ് 1 നിങ്ങൾ നോക്കുക. സപ്പോസ് എനിക്ക് കിട്ടിയിരിക്കുന്ന വേർഡ് 1 എന്നുള്ളത് 101111100. വേർഡ് 2 എന്നുള്ളത് 10100000001. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സപ്പോസ് എക്സാമ്പിളായിട്ട് പറയാം. ഇതിൽ ആക്ച്വലി വേർഡ് 1 എന്ന് പറയുന്നത് നോട്ട് മാച്ച്ഡും വേർഡ് 2 എന്നുള്ളത് മാച്ച്ഡുമാണ്. കാരണം എന്താ? നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കീ നോക്ക്, കീ എന്നുള്ളത് ആക്ച്വലി 111 ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിൽ ഈ ഫസ്റ്റത്തെ 3 ബിറ്റ് മാത്രമേ ഇത് കമ്പയർ ചെയ്യുള്ളൂ. കാരണം ബാക്കി കീസൊക്കെ 0 ആണല്ലോ. 0 ആയതുകൊണ്ട് ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 ബിറ്റ് മാത്രമേ ഇത് സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 3 ബിറ്റ് സെർച്ച് ചെയ്തിട്ട് മാച്ചിങ് കീവേഡ് നമുക്ക് കിട്ടും. വേർഡ് 1ൽ എനിക്ക് കിട്ടുന്നത് 100, അത് മാച്ചിങ് കീവേഡ് അല്ല. വേർഡ് 2ൽ എനിക്ക് കിട്ടുന്നത് 101 ആണ്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് 101 ആണ്, നമുക്ക് കിട്ടുന്ന വേർഡും 101 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലെ വാല്യൂ വേർഡ് 2 ആയിട്ട് മാച്ച് ചെയ്യും, വേർഡ് 1 ആയിട്ട് എന്ത് ചെയ്യില്ല, മാച്ച് ചെയ്യില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ കീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കീ എന്നുള്ളൊരു പാറ്റർ എനേബിൾ ആയാൽ മാത്രമേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് പൊസിഷൻസ് സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കലി കീ എന്നുള്ള ഒരു കോമൺ ബ്ലോക്കിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു. ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലാണ് നമ്മൾ സെർച്ച് കണ്ടൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ M വേർഡ്സും N ബിറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കീ രജിസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ബിറ്റുകൾ, ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൽ ഏതൊക്കെ ബിറ്റുകൾ സെർച്ച് ചെയ്യണം തീരുമാനിക്കുന്ന കീ രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാച്ചിങ് കറക്റ്റ് ആണെങ്കിൽ മാച്ച് ഫിൽറ്റർ 1 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് അസോസിയേറ്റീവ് മെമ്മറിയിൽ പറയാനുള്ളത്. അസോസിയേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ പറയുന്ന കണ്ടൻറ്റ് അഡ്രസ്സബിൾ മെമ്മറി. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു അസോസിയേറ്റീവ് മെമ്മറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ ഒരുപാട് സെൽസ് ഉണ്ട്, അതിൽ ഒരു സെല്ലിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം ഒരു സ്റ്റാറ്റിക് മെമ്മറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇതിൻ്റെ ബേസിക് കോമ്പണൻറ്റ് അല്ലേ. RS ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ 2 AND ഗേറ്റുകൾ കണക്ട് ചെയ്തു അല്ലേ. ഒരു ഇൻപുട്ട് കൊടുത്തു, ഒരു റൈറ്റ് ഓപ്പറേഷൻ കൊടുത്തു, ഒരു റീഡ് ഓപ്പറേഷൻ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആസ് എ സ്റ്റോറേജ് എലമെൻറ്റ് ആൻഡ് ദ സർക്യൂട്ട് ഫോർ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് മാച്ചിങ് എ സെൽ. അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഒന്ന് റീഡിങ്, ഒന്ന് റൈറ്റിംഗ്, ഒന്ന് മാച്ചിങ്. ഈ 3 ഓപ്പറേഷൻ ചെയ്യും അല്ലേ. ബൈ മേക്കിംഗ് ദി റൈറ്റ് സിഗ്നൽ ടു ലോജിക് 1.
നമ്മളിവിടെ കൊടുക്കുന്ന ഈ റൈറ്റ് സിഗ്നലിനെ ലോജിക് 1 ആക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ദി ഇൻപുട്ട് ബിറ്റ് ഇൻ ടു സ്റ്റോറേജ് സെൽ. അപ്പോൾ റൈറ്റ് ബിറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ട് ആക്ച്വലി നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എത്തും. ടു ക്യാരി ഔട്ട് റീഡ് ഓപ്പറേഷൻ റീഡ് സിഗ്നൽ ഈസ് മെയ്ഡ് 1. അപ്പോൾ നമ്മൾ ഇതേപോലെ റീഡ് സിഗ്നലിനെ 1 ആവുകയാണെങ്കിൽ ആക്ച്വലി സംഭവിക്കുന്നത് ഇവിടെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. റീഡ് സിഗ്നൽ 1 ആവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താ അതിൻ്റെ ലോജിക്ക്? നമ്മൾ റൈറ്റ് ബിറ്റ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആക്ച്വലി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സ്റ്റോർ ആവും. നമ്മൾ റീഡ് ഇൻപുട്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? റീഡ് ഇൻപുട്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ കറൻ്റ്ലി സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് പുറത്ത് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നത്? അസോസിയേറ്റീവ് മെമ്മറിയുടെ ടിപ്പിക്കൽ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അഡീഷണലി ഇവിടെ ഒരു മാച്ച് ഫിൽറ്ററും കൂടി വരുന്നുണ്ട്. മാച്ച് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആ കണ്ടൻറ്റിനെ മാച്ച് ചെയ്തിട്ട് സെർച്ച് റിസൾട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്. അപ്പോൾ ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ദ മാച്ച് ലോജിക് കമ്പയർ ദി ബിറ്റ് ഇൻ ദി സ്റ്റോറേജ് സെൽ വിത്തിൻ ദി കറസ്പോണ്ടിങ് അൺമാസ്ക്ഡ് ബിറ്റ് ഓഫ് ആർഗ്യുമെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ആൻ ഔട്ട്പുട്ട് ഓഫ് ദി ഡിസിഷൻ ലോജിക് ദറ്റ് സെറ്റ്സ് ദി കറസ്പോണ്ടിങ് ബിറ്റ് ഇൻ ദി മാച്ച് രജിസ്റ്റർ. അപ്പോൾ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? അസോസിയേറ്റീവ് മെമ്മറിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതോടെ മെമ്മറി സിസ്റ്റത്തിലെ ഒരു മേജർ പോർഷനെ നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ കമ്പ്യൂട്ടർ സയൻസിനും ഈസിക്കും ഒരേപോലെ കോമൺ ആണ്. ടോപ്പിക്സ് എല്ലാം നമുക്ക് അടുത്ത ഫർദർ വീഡിയോസിൽ അത് പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.